സോ ഗൈസ് ഹൗ മെനി സിജോ ഫാൻസ് ഹിയർ എല്ലാം ആരൊക്കെ ഉണ്ടവരൊക്കെ സിജോ വീട്ടിൽ നിന്ന് പുറത്താകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. ബിഗ് ബോസ് വയലേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ബിഗ് ബോസിൻ്റെ റൂൾസ് ആ റെഗുലേഷനിൽ തെറ്റിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിൻ ജാസ്മിനാണ് ഈ ഡ്രസ്സിംഗ് റൂമിൻ്റെ അകത്തും പുറത്തുനിന്ന് മൈക്കില്ല പറ 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 ഈ സംസാരിക്കുന്നത്. ഇതിപ്പോൾ നേരെ തിരിച്ച് അവർക്കൊരു വാണിംഗ് കൊടുത്തതാണ്. സോ ഗൈസ് ആദ്യം ലാലയുടെ കൊടുക്കും മഞ്ഞക്കാട്, പിന്നെ ഈ ചുവപ്പ് ഈ ആഴ്ച സിജോയ്ക്ക് കൊടുക്കും. കാര്യം വേറെ ഒന്നുമല്ല, ലൈവിൽ കണ്ടാണ് 1.5-2 മണിക്കൂറോളം ഈ റൂമുണ്ടല്ലോ, ഡ്രസ്സിങ് റൂമുണ്ടല്ലോ, ആ ഡ്രസ്സിങ് റൂമിൻ്റെ അകത്ത് കവിളിത്തുമ്പിൽ കാത്തിരുന്ന ആ പൈതലെ അകത്ത് കയറ്റി സിജോയും അകത്ത് കയറി രണ്ടും കൂടെ മയക്കില്ലാതെ അകത്തിരുന്ന് വെൽ പ്ലാൻ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് വന്ന് സംഭാഷണം കാവിലെ പറയാണ്, നീ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു കയ്യിൽ നീ പിടിച്ചേക്കണം, മറ്റേ കയ്യിൽ നീ ട്രോഫി പിടിച്ചേക്കണം എന്നൊക്കെയാണ് കാവിലെ സിജോയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ അകത്തിരുന്ന് വലിയ 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 ചർച്ച. എന്നുവെച്ചാൽ 50 ദിവസം ആയേ ഉള്ളൂ. ഈ 50 ദിവസം ആയിട്ട് പോലും ഇത്രയും കണ്ടസ്റ്റൻറ്റിൽ ആരാണ് വിജയെന്ന് ഇപ്പോഴും ആർക്കും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ അവർ അവിടെ നിന്ന് ചിന്തിച്ച് ഞാൻ തന്നെ ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അത് റൂൾസ് വയലേഷനാണ്, മയക്കൊന്നുമില്ല, അതിൻ്റെ അതിരുന്നിട്ട് അങ്ങനെ അടിച്ച്. അപ്പോൾ മിക്കവാറും സിജോയെ പുറത്താക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റെഡ് കാർഡ് കാണിച്ചാൽ പുറത്താക്കലാണ്, വാണിംഗ് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കേസ് എന്തായാലും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടും.